ഒരു യാചകൻ 30 വർഷത്തിലേറെയായി വഴിയരികിലിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു അപരിചിതൻ അയാളുടെ അരികിലൂടെ നടന്നുപോയി. യാന്ത്രികമായി തൻ്റെ പഴയ ബേസ്ബോൾ തൊപ്പി നീട്ടിക്കൊണ്ട് യാചകൻ മന്ത്രിച്ചു, "ചില്ലറ തരാനുണ്ടോ?" "നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല," അപരിചിതൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം ചോദിച്ചു, "താങ്കൾ എന്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്?" "ഏയ്, ഒന്നുമില്ല," യാചകൻ മറുപടി പറഞ്ഞു. "അത് വെറും ഒരു പഴയ പെട്ടിയാണ്. എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലമായി ഞാൻ ഇതിനു മുകളിലാണ് ഇരിക്കുന്നത്." "താങ്കൾ എപ്പോഴെങ്കിലും അതിനകത്തേക്ക് നോക്കിയിട്ടുണ്ടോ?" അപരിചിതൻ ചോദിച്ചു. "ഇല്ല," യാചകൻ പറഞ്ഞു. "നോക്കിയിട്ട് എന്താ കാര്യം? അതിനകത്ത് ഒന്നുമില്ല." "അതൊന്ന് തുറന്നു നോക്കൂ," അപരിചിതൻ നിർബന്ധിച്ചു. യാചകൻ ആ പെട്ടിയുടെ അടപ്പ് അല്പം ബലം പ്രയോഗിച്ച് തുറക്കുന്നതിൽ വിജയിച്ചു. അതിശയത്തോടെ, അവിശ്വാസത്തോടെ, അതിലുപരി ആഹ്ലാദത്തോടെ അയാൾ കണ്ടു, ആ പെട്ടിയിൽ നിറയെ സ്വർണമായിരുന്നു. എന്തുകൊണ്ടാണ് അയാൾ ഇത്രയും കാലം അതൊന്ന് തുറന്നു നോക്കാഞ്ഞത്? നിങ്ങൾക്കൊന്നും തരാനില്ലാത്ത, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ പറയുന്ന ആ അപരിചിതയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത്. ഈ കഥയിലേതുപോലെ ഏതെങ്കിലും പെട്ടിയുടെ അകത്തേക്കല്ല ഞാൻ നിങ്ങളോട് നോക്കാൻ പറയുന്നത്, മറിച്ച് ഏറ്റവും അരികത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാനൊരു യാചകനല്ലല്ലോ, അല്ലെങ്കിൽ യാചകയല്ലല്ലോ എന്ന്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. എത്രയേറെ ഭൗതിക സമ്പത്തുണ്ടെങ്കിലും നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ആനന്ദവും സന്തോഷവും അതോടൊപ്പം ലഭിക്കുന്ന അഗാധവും അചഞ്ചലവുമായ ശാന്തിയും തന്നെയാണ്. ഇത് കണ്ടെത്താത്തവർ ആ യാചകനെ പോലെ തന്നെയാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഉറപ്പിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സുഖത്തിനും സംതൃപ്തിക്കും ഒക്കെ വേണ്ടി ചുറ്റിലേക്കാണ് നോക്കുന്നത്, ചുറ്റുമുള്ളവരിലേക്കാണ് ആശ്രയിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയവും ഇതുതന്നെയാണ്. കാരണം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക, ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുക, ആ തീരുമാനങ്ങളെ നേടിയെടുക്കാൻ പ്രയത്നിക്കുക. എങ്കിൽ എന്തും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. നിങ്ങൾ ജീവിച്ചിരുന്നു എന്നതിന് തെളിവുകൾ അവശേഷിപ്പിക്കുക. അതിന് താജ്മഹൽ പോലെയുള്ള വലിയ വലിയ നിർമ്മിതികളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിച്ചാൽ മതി. നിങ്ങളുടെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞാൽ മതി. സ്വത്വത്തെ തിരിച്ചറിഞ്ഞവൻ പരാജയപ്പെടില്ല. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളിലെ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങുക.